ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പം നമ്മളിന്ന് ഈ ഒരു ബ്ലൗസാണ് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ല വീതിയോട് കൂടിയിട്ടുള്ള ഒരു ബോർഡർ ഡിസൈൻ ആണ് കേട്ടോ. നമ്മൾ ഇത്രയും വീതിയിലുള്ള ബോർഡറിലൊന്നും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്ലീവ് ഇതുപോലെ ആരി വർക്ക് സ്റ്റാൻഡിൽ ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു 3.25 ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു ബോർഡർ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് വരയ്ക്കാനായിട്ട് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് ലൈൻസ് കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ ഈ ക്രോസ് ലൈൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ഞാനത് വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് കട്ട് ബീഡ്സ്, റെയിൻബോ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് രണ്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച്, അതായത് ആരി വർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്ലീവിന്റെ എൻഡിലും അതേപോലെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈന് കൂടി വരുന്നുണ്ടല്ലോ, ആ ലൈനിലും കൂടി ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുന്നില്ല. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, അടിഭാഗത്ത് കഴിഞ്ഞു. അതിനുശേഷം മുകൾ ഭാഗത്തുള്ള ആ ഒരു ലൈന് കൂടി ഞാൻ കട്ട് ബീഡ്സ് കൊണ്ട് ആരി വർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കി ഉള്ളിലോട്ടുള്ള ആ ക്രോസ് ലൈൻസ് കൂടി ചെയ്തെടുക്കണം. ക്രോസ് ലൈൻസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ക്രോസ് ലൈൻസ് വരുന്ന ഭാഗത്ത് ഒരു സെന്റർ പോയിന്റ് വരുന്നുണ്ട്. ആ സെന്റർ പോയിന്റിൽ നമ്മൾ വൈറ്റ് പേൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ബ്ലൗസിന്റെ, അതായത് ഈ ഒരു സ്ലീവിന്റെ ഭംഗി നമുക്ക് അറിയാനായിട്ട് പറ്റുക. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ആ ഒരു ക്രോസ് നിന്ന് നമ്മൾ വീണ്ടും ആ ഒരു നമ്മുടെ ത്രെഡ് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു സെന്റർ പോയിന്റ് വരുന്ന ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ലൈന് ചെയ്തു കൊടുക്കണം. അതായത് നമ്മുടെ ആരി വർക്ക് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കണം. ഞാൻ കണ്ടില്ലേ, ഈ ഒരു സെന്റർ പോയിന്റ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതായത് രണ്ട് ക്രോസ് ലൈൻസ് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ സെന്റർ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഞാൻ ഈ ഒരു പേൾ ബീഡ് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെ ആരി വർക്ക് ഇങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ സെന്റർ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ആ ഒരു പേൾ ബീഡ് കൂടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ലൈൻസുകളും ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാൻ ഈ ഒരു ഭാഗത്തേക്കുള്ള ലൈൻസ് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡ്, അതായത് ക്രോസ് ചെയ്യുന്ന ആ ഒരു ലൈനുകൾ ഇപ്പൊ ചെയ്യുന്നില്ല. അതിനെന്താന്ന് വെച്ചാലേ, അതിനൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇതിൽ സെന്റർ ഭാഗത്ത് ഓൾറെഡി ഒരു പേൾ ബീഡ് വന്നിട്ടുണ്ട്. മറ്റേ ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു ചെയിൻ എടുത്തിട്ട് ആ ഒരു പേൾ ബീഡിന്റെ അവിടെ കൊടുത്തിട്ട് ലോക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ്, കണ്ടില്ലേ, ഇപ്പുറത്തെ ഈ ഒരു സൈഡാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ആ ഒരു പേൾ ബീഡിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പൊ അവിടെ ലോക്കാവും, കണ്ടില്ലേ, ഇതുപോലെ ലോക്കാവും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു കട്ട് ബീഡ്സ് കൊണ്ടുള്ള ആ ഒരു ലൈൻസ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു സ്ലീവിൽ എൻഡിലായിട്ട് ഈ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഇനി ഇതിന്റെ ഉള്ളിലോട്ടായിട്ട് കുറച്ച് വർക്ക് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് സീക്വൻസ് കൊണ്ട് നമ്മളൊന്ന് വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫുൾ സ്ലീവ്, അതായത് ഈ ഒരു ബോർഡർ മൊത്തം ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പം ഞാൻ പറയുന്നത് മനസ്സിലായില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുന്നവരാണ് തീർച്ചയായും ഇത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലെ ഞാൻ ആ ഒരു ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നോർമൽ നീഡിലും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ, അതായത് നമുക്ക് ആർക്കും ചെയ്യാട്ടോ, പക്ഷെ എനിക്ക് അത് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്പീഡ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ എപ്പോഴും ചെയ്യാനായിട്ട്, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ അതിനായിട്ട് ഒരു ഗോൾഡൻ കളറുള്ള സീക്വൻസും അതേപോലെ തന്നെ 2 ഷുഗർ ബീഡ്സും ഇതുപോലെ ആ ഒരു ബീഡ്സ് ഓരോരോ കോഡ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതൊരു കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. എല്ലാ പേൾ ബീഡിന്റെയും ചുറ്റുമായിട്ട് ഇതുപോലെ ഒരു പ്ലസ് ആയിട്ട് നമ്മൾ ആയിട്ട് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്കത് ഇങ്ങനെ മൊത്തത്തിലൊന്നും ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉദ്ദേശത്തിന് ചെയ്യുന്നതല്ല,
കസ്റ്റമർ ഇതുപോലത്തെ ഒരു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വേണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബോർഡർ ഞാൻ അങ്ങനെ ആ ഒരു ഫ്ലവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന സ്ലീവിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട്. അതായത് സെന്റർ ഭാഗം പറയാം നമ്മുടെ പേൾ ബീഡ് കൊടുത്തു, അതിന് ചുറ്റും കട്ട് ബീഡ്സ് കൊണ്ട് ഇങ്ങനെ അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒരു ലൈന് കൊടുത്തു. അതിനുശേഷം അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ 2 കട്ട് ബീഡ്സിന്റെ ഇടയിൽ കൂടി ഇത് ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റേ ഷുഗർ അതുകൊണ്ട് ഒരു ത്രികോണ പോലെ, അതായത് ആദ്യം 2 ഷുഗർ ബീഡ് എടുത്തു, അതിനുശേഷം സെന്റർ ഭാഗത്ത് ഷുഗർ ബീഡ് എടുത്തു. ഇതുപോലെ ഒരു ഒരു ബുട്ടാസ് നമ്മൾ ചെയ്തെടുത്തു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവ്. അപ്പൊ ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ സീരീസ് അതില് ഈ ഒരു സൈഡിൽ വന്നതുകൊണ്ട് എനിക്ക് അത്ര ഇല്ല, പക്ഷെ കസ്റ്റമർ എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നെക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു തന്നെയാണ് കേട്ടോ, കുറച്ച് ചെറിയൊരു രീതിയില് നമ്മൾ സ്ലീവ് അതേ ഒരു വർക്ക് തന്നെയാണ് നെക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ 2 നെക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലൗസിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ലൈക്ക് ചെയ്യാം, അതേപോലെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.